ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർക്കെല്ലാം പ്രിയങ്കയായിരുന്നു. പ്രിയങ്കയുടെ തെറ്റുകള് അവളെക്കാളും ന്യായീകരിച്ചിരുന്നത് മുത്തശ്ശിയായിരുന്നു. ആരോടായാലും ഒരു പരിധി വിട്ട് ദ്രോഹം കാണിച്ചാൽ അതിനൊരു ദൈവശിക്ഷയുണ്ട്. മുത്തശ്ശിക്ക് ആ ശിക്ഷയാണ് കിട്ടിയതെന്ന് കരുതിയാൽ മതി. എടീ രാധികേ, നീ പൊയ്ക്കോ, പക്ഷെ നിന്നെ ജീവനോടെ ഞാൻ വിടില്ല. എന്റെ പ്രിയങ്കമോളെയും കൊണ്ടേ ഞാൻ നിന്റെ അടുത്ത് വരും. അവള് നിന്നെ കൊല്ലും, നീ നോക്കിക്കോടി. എടാ ദേവാ, എടാ എടാ മഹാഭാവമാണോ നീ ചെയ്യുന്നേ? അതിനൊരിക്കലും നിങ്ങൾ കനത്ത വില കൊടുക്കേണ്ടി വരും. എന്റെ പ്രിയങ്കമോൾ തിരിച്ചു വരും, അവള് തിരിച്ചു വരുവടാ. അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണല്ലോ തിരുമേനി, എന്താ ചെയ്യുക? ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാലെന്ന് കരുതുക. ഇത്തരം ഒരു അവസ്ഥയിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോണ്ട, നല്ല വൈദ്യന്മാരെ കിട്ടുമെന്ന് നോക്കൂ. അതാവുമ്പോ ആറ്റുവാശ്ശേരിയിൽ വന്ന് ചികിത്സിക്കുകയും ചെയ്യും. ഇവിടെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹത്തെ വിളിപ്പിക്കാം. അങ്ങനെ ആവട്ടെ. എടി എടി നാശം പിടിച്ചവളെ, എടി നീ നശിച്ചു പോവടി, നീ നശിച്ചു പോവും. എടി നോക്കിക്കോ, ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുവടി. എടി എടി രാധികെ, ഭ്രാന്താണെങ്കിൽ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. ഭ്രാന്ത് നിന്റെ അച്ഛനാടാ. നോക്കിയേ, ആ നിൽക്കുന്നവർക്കൊക്കെ ഭ്രാന്ത. എല്ലാ ഭ്രാന്തന്മാരെയും കൂട്ടി പൊയ്ക്കോ. പക്ഷെ ഒരു ദിവസം ഞാൻ അവരെ തേടി പോകും. സുകുമാരിയാ പറയുന്നേ. അത് കാര്യാക്കണ്ട, എല്ലാവരും വണ്ടി കയറ്. ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. തുറക്കടാ, അങ്ങോട്ട് മാറി നിൽക്കടാ. തിരുമേനി, എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ ശരി.
അങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞേ. ആ? ഹ, ഭ്രാന്തന്മാര് വന്നേക്കുന്നു. ചെല്ലട്ടെ യശോദേ. ശരി തിരുമേനി. ഓ ഡാ, തുറക്കടാ. ഇത് തുറക്കാൻ, അല്ലെങ്കിൽ കൊന്നുകളെ ഞാൻ. തുറക്കടാ. ഡാ, അമ്മ ബഹളം വെക്കാതെ ആ വാതിൽ തുറക്ക്. അമ്മേ നീ മിണ്ടരുത്. മാറങ്ങോട്ട്. എടി അമ്മേ. രാധികേ, എടി, അവിടെ നിൽക്കാൻ. എടി നിൽക്കാനാ പറഞ്ഞത്. എവിടെ എവിടെ? അയ്യോ, അയ്യോ. അമ്മേ അമ്മേ എന്തെങ്കിലും പറ്റിയോ? അമ്മേ പറയുന്നു കേക്ക്. എടി രാധിക എവിടെ? പറയട്ടെ. രാധിക എവിടെയെന്ന് പറ. അയ്യോ, എന്നെ ഞാൻ കേറത്തില്ല. അമ്മേ. രാധിക അമ്മ സമാധാനായിട്ടിരിക്കേ. രാജീവ് അങ്ങോട്ട് കേറിക്കോ. അകത്തേക്ക് അടച്ചു. മുത്തശ്ശിയുടെ വരവ് കണ്ടപ്പോ ഇതും മുടങ്ങുന്ന ഞാൻ കരുതിയത്. മുത്തശ്ശിയുടെ ഈ അവസ്ഥയിൽ വിഷമമുണ്ട്. പക്ഷേ അവര് തന്നെ ധ്രുവച്ചന്റെ കണക്ക് നോക്കുമ്പോ ഇതൊന്നും അധികമല്ലെന്ന് തോന്നുന്നു. അവർക്കെല്ലാം പ്രിയങ്കയായിരുന്നു. പ്രിയങ്കയുടെ തെറ്റുകള് അവളെക്കാളും ന്യായീകരിച്ചിരുന്നത് മുത്തശ്ശിയായിരുന്നു. ആരോടായാലും ഒരു പരിധി വിട്ട് ദ്രോഹം കാണിച്ചാൽ അതിനൊരു ദൈവശിക്ഷയുണ്ട്. മുത്തശ്ശിക്ക് ആ ശിക്ഷയാണ് കിട്ടിയതെന്ന് കരുതിയാൽ മതി. പ്രിയയെ ജീവനോടെ കണ്ടുവെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോ എന്റെ ഉള്ളിലൊരു തീ പോലെയായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. ഇതിലും വലിയ കള്ളങ്ങൾ വിളിച്ചു പറയുന്ന ആളാണ് മുത്തശ്ശി. അവർക്ക് ഈ വിവാഹം മുടക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.